പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ പുരോഗമിക്കുന്നു. 10 മണിക്കൂർ നീളുന്ന ചർച്ചയാണ് ലോക്സഭയിൽ നടക്കുന്നത്. പരീക്ഷാ ക്രമക്കേട് തടയുന്ന ബില്ല് പാർലമെന്റ് ചരിത്രത്തിലെ നാഴികക്കല്ലായ നിയമനിർമ്മാണമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ലോക്സഭയിൽ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുക, വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുക എന്നിവയാണ് നിയമനിർമ്മാണത്തിന്റെ ലക്ഷ്യം. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് നിരവധി ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നടപടി സ്വീകരിച്ചിരുന്നില്ലെന്നും ജിതേന്ദ്ര സിംഗ് വിമർശിച്ചു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെ നേരിടാൻ പ്രത്യേക നിയമനിർമ്മാണത്തിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ ആദ്യത്തെ സർക്കാർ നരേന്ദ്രമോദി സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു. So I think you must compliment Prime Minister Modi and this government. It has finished an unfinished task which you should have accomplished. അതേസമയം കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ ഗൗരവമായി എടുക്കുന്നില്ലെന്ന് കോൺഗ്രസ് MP ഗൗരവ് ഗഗോയ് ആരോപിച്ചു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി സർക്കാർ അവതരിപ്പിച്ച പുതിയ ഭേദഗതികൾ വെറും നാടകമാണെന്നും അദ്ദേഹം വിമർശിച്ചു. इस पीढ़ी को आने वाले चुनौतियों के लिए तैयार नहीं कर रहे. आप शिक्षा के माध्यम से इस पीढ़ी के लोगों को आने वाले समय में आपके दल के सदस्य बने, आपको वोट दे, उसके लिए आप एक माहौल बना रहे हो. ये है आपके लिए शिक्षा का उद्देश्य. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് BJP MP ബൻസുരി സ്വരാജ് ശക്തമായ മറുപടി നൽകി. UPA ഭരണകാലത്ത് 1-2 അല്ല 22 തവണയാണ് പേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷകൾ റദ്ദാക്കേണ്ടി വന്നതെന്നും BJP MP പറഞ്ഞു. നീതിയുക്തവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാൻ ഇത്തരമൊരു നിയമനിർമ്മാണം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ബൻസുരി സ്വരാജ് വ്യക്തമാക്കി. ഇന്ത്യയിലെ പിന്നാക്കം നിൽക്കുന്ന സമൂഹത്തിന്റെ വിദ്യാഭ്യാസാവകാശങ്ങൾ കേന്ദ്ര സർക്കാർ കവർന്നെടുത്തെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആരോപിച്ചു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ ഔട്ട്സോഴ്സിംഗ് വഴി ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെയും അദ്ദേഹം ചോദ്യം ചെയ്തു. തുടർന്ന് സംസാരിച്ച പ്രിയങ്ക ഗാന്ധി ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസ് അതിക്രമം ലോക്സഭയിൽ ഉയർത്തിക്കാട്ടി. അക്രമത്തിന് ആരാണ് നിർദ്ദേശം നൽകിയതെന്ന് രാജ്യത്തിന് അറിയണമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ബിൽക്കിസ് ബാനു വിഷയം പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ പരാമർശിച്ചതിനെ തുടർന്ന് ഭരണപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രിയങ്ക ഗാന്ധി മാപ്പ് പറയണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ ബഹളത്തിനിടെ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.